ഇന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മിൽക്ക്, കസ്റ്റാർഡ്, 2 ഗ്ലാസ് മിൽക്കും ഒരു 1.5 സ്പൂൺ കസ്റ്റാർഡും പിന്നെ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കുറുക്കി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച സാധനമാണ്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് കുരു കളഞ്ഞ് തൊലിയും കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു ആപ്പിളും കുരു കളഞ്ഞ് കട്ട് ചെയ്തതാണ്. അത് മറ്റേ പേരയ്ക്കയാണ്. പേരയ്ക്ക എൻ്റെ വീട്ടിൽ പിടിച്ച പേരയ്ക്കയാണ്, നാടൻ പേരയ്ക്ക. സ്ട്രോബെറി, പിന്നെ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇനി നട്ട്സുകൾ ഏത് വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിങ്ങയാണുള്ളത്. ഇനി നമുക്ക് സലാഡ് തയ്യാറാക്കാം. ആദ്യം മുന്തിരി ഇട്ടു, സ്ട്രോബെറി ഇട്ടു, ഇനി ആപ്പിള് എല്ലാം കുരു കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കിയാണ്. പേരയ്ക്കയും അതുപോലെ തന്നെ. പേരയ്ക്ക നാടൻ പേരയ്ക്ക, വീട്ടിൽ പിടിച്ച പേരയ്ക്കയാണ്. അതിൻ്റെ കുരു കുറവായിരുന്നു. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ സാധനം. ഇത് ഓറഞ്ച് തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയതാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇനി കസ്റ്റാർഡും പാലും പഞ്ചസാര കൂടെ കുറുക്കി തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച സാധനമാണ്. ഇനി നമുക്ക് സലാഡ് തയ്യാറാക്കാം. ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. സലാഡെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. രണ്ട് പാത്രത്തിൽ സെർവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് വാനില ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും 1 സ്പൂൺ വീതം രണ്ടിലും വയ്ക്കും. സ്ട്രോബെറിയും വാനിലയും. അതിലും സ്ട്രോബെറിയും വാനിലയും വയ്ക്കും. ഐസ്ക്രീം 1 സ്പൂൺ വീതം വയ്ക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ 1 സ്ട്രോബെറി കൂടെ വയ്ക്കും. ഇനി നമുക്കിത് കഴിക്കാം. എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം. മേര കിച്ചൺ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.